ഹായ് ഗായ്സ്, ഞാനിപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നത് ഞാൻ ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ -11 -12 ഇപ്പോൾ ഇവിടുത്തെ ഒരു തണുപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് 2 ബോട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ 2 ബോട്ടിൽ വെള്ളം കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഈ ബോട്ടിലിൻ്റെ അത് കാണാമല്ലോ, ഈ വെള്ളം ആനങ്ങുന്നുണ്ട് അല്ലേ, വെള്ളം കണ്ടില്ലേ കുലുങ്ങുന്നുണ്ട്. നമുക്ക് ഈ 2 ബോട്ടിൽ വെള്ളം ഇന്ന് നൈറ്റ് വണ്ടിക്കകത്ത് അങ്ങ് വെച്ചേക്കാം. നമുക്ക് പിന്നെ പുറത്ത് എവിടെയും കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ നമുക്ക് വണ്ടിക്കകത്ത് വെക്കാം. രാവിലെ എന്താവും ഇതിൻ്റെ അവസ്ഥ, എന്തെങ്കിലും ചേഞ്ച് വരുമോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് നേരെ ഇത് വണ്ടിക്കകത്ത് കൊണ്ടുവെക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ വെളിയിലിറങ്ങിയിട്ട് വണ്ടിക്കകത്ത് കൊണ്ട് വെച്ച് നോക്കാം. വണ്ടിയുടെ ബാക്കിൽ വെക്കാം. ലൈറ്റൊക്കെ പറഞ്ഞു വിടും. കാറ്റടിക്കുന്ന സൗണ്ട് കേട്ടോ, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഓക്കെ, ഒരു ബോട്ടിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ വെള്ളം കൊലുങ്ങുന്നുണ്ട്. ഒരു ബോട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്, എന്താവുമെന്ന് അറിയില്ല. നമുക്ക് ഒരു ബോട്ടിൽ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലും അങ്ങ് വെക്കാം. വണ്ടിയുടെ ഫ്രണ്ട് മീൻസ് പുറത്ത് വെക്കാം. ഒരു ബോട്ടിൽ ഇവിടെ ഇരിക്കട്ടെ, കാണാമല്ലോ. വേണ്ടേ, ഇവിടെയും വെച്ചിട്ടുണ്ട്. എന്താകും രാവിലത്തെ അവസ്ഥയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ബാക്ക് യാർഡിലെല്ലാം ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്. വേണ്ടേ, ഇവിടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്, വണ്ടിക്കകത്ത് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി ലോക്ക് ചെയ്തു. ഓക്കെ, ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ഞാൻ അകത്ത് വെച്ച് കാണാം. ഓക്കെ, അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് കാണാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ താക്കോല് പോക്കറ്റിലായിരുന്നു, അടുത്ത് തുറക്കണമായിരുന്നു. അപ്പോൾ കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് തുറക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അതോട്ട് കയറിയിട്ട് കാണാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിനകത്ത് വന്നു. വീടിൻ്റെ അകത്ത് പിന്നെ കുഴപ്പമില്ല, നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീടിൻ്റെ അകത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, സേഫാണ്. അതുപോലെ തന്നെ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. സോ എന്തായാലും ഞാൻ വീടിൻ്റെ അകത്ത് വന്നു. അപ്പോൾ നമുക്ക് നാളെ എന്താണ് ആ ഒരു ബോട്ടിലിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാറ്റം അതിനുണ്ടാകുമോ, എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോയി നോക്കാം ആ ബോട്ടിലിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, അതിനകത്ത് വെള്ളത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ദി നെക്സ്റ്റ് ഡേ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ 2 ബോട്ടിൽ വെള്ളം കൊണ്ട് നമ്മൾ ഒരു ബോട്ടിൽ വണ്ടിയുടെ ട്രങ്കിൻ്റെ അകത്തും ഒരെണ്ണം നമ്മൾ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ബോട്ടിലിൻ്റെ അവസ്ഥ. നിങ്ങൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ, ആ ബോട്ടിലിൻ്റെ വെള്ളം നമ്മൾ വെക്കുമ്പോൾ നോർമലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് -16 വരെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ആ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ട്രങ്കിൻ്റെ അകത്തെ നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഐസ്, ഫുൾ ഐസ്. ഞാൻ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണ്. എന്താണ് നമ്മുടെ ഫ്രണ്ടിൽ വച്ചിരിക്കുന്നതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. കമോൺ, ഇത് അതിനെ കഴിഞ്ഞ ഐസ്. ഇത് കുപ്പിയൊക്കെ നോക്ക്, കറക്റ്റ് ഫുൾ ഐസ്. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു ബോട്ടിൽ വെള്ളം എന്നാൽ ഇവിടെ വെച്ചിട്ട് അതിപ്പോൾ ഇരിക്കുന്ന നോക്ക്, ഫുൾ ഐസാണിത്. ഞാൻ അകത്ത് പോയിട്ട് വിശദമായിട്ട് കാണിക്കാം, കാരണം എൻ്റെ കൈ ഇവിടെ മരയ്ക്കുന്നുണ്ട്, നല്ല തണുപ്പാണ്. കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ നേരെ അകത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾ അകത്ത് കയറി വീടിൻ്റെ അകത്ത് വന്നു.
അപ്പം നമ്മുടെ ബോട്ടിൽ ഇവിടെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നലെ നമ്മൾ വെച്ച ബോട്ടിലിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഞാൻ തുറന്ന് കാണിക്കാം. ഞാൻ ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ. അപ്പോൾ തന്നെ ഇതാണ് ഇന്നലെ നമ്മൾ വെച്ച കുപ്പിയുടെ അവസ്ഥ. ഇന്നലെ നമ്മൾ വൈകിട്ട് കുപ്പി പുറത്ത് കൊണ്ട് വെക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ കുപ്പി പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് വെള്ളം ഷേക്ക് ആവുന്നുണ്ടായിരുന്നു. ഇപ്പം നോക്ക്, ഇപ്പോൾ ഇത് ഈ ഐസ് വന്ന് ഇതായിട്ട് ബോട്ടിൽ പഡ്ജ് ചെയ്ത് നിൽക്കുന്നതുണ്ടോ? ബോട്ടിൽ പഡ്ജ് ചെയ്താണ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ നിറച്ചും ഐസാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് കണ്ടോ, ഫുൾ ഐസാണ്. അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. -16 -14 പറയുമ്പോൾ നിങ്ങൾക്കത് നോർമലി ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, തുറന്ന് കാണിക്കാം. തന്നെ ഫുൾ ഐസ്. കണ്ടോ, ഇത് നമ്മൾ പുറത്ത് വെച്ചിരുന്നതാണ്. അതായത് കാറിന് വെളിയിൽ വെച്ചിരുന്ന ബോട്ടിലാണിത്. പക്ഷേ ഇത് നമ്മൾ കാറിനകത്ത് വെച്ചിരുന്നതാണ്. സെയിം ആയിട്ട് തന്നെ രണ്ടും അതേ രീതിയിൽ. അപ്പം നമ്മുടെ കാറിൻ്റെ അകത്ത് ഹീറ്റർ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാറിൻ്റെ അകത്ത് ഹീറ്റർ ഇല്ലെങ്കിൽ എന്തായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. കണ്ട പക്ഷേ അത് 2 തുള്ളി വെള്ളമേ ഉള്ളൂ. തീർന്നു, ബാക്കി ഐസാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഹീറ്റർ ഇല്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കണ്ട എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് ഇവിടുത്തെ തണുപ്പൊന്ന് കാണിക്കും. ഞാൻ എപ്പോഴും ഇവിടെ സ്നോ കാണുന്നില്ല, പക്ഷേ എപ്പോഴും തണുപ്പാണെന്ന് പറയുന്നുമുണ്ട്. ഈ ബോട്ടിലും കണ്ട ഫുൾ ഐസാണ്. അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല, ഫുൾ ഐസ്. അപ്പം ഞാനെപ്പോഴും ഭയങ്കര തണുപ്പാണ്, മൈനസാണെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് വേണ്ടി ഇതൊന്നും തള്ളുന്നതാണെന്ന് ഓർക്കും. പക്ഷേ ഒരിക്കലുമല്ല. കൈ മരയ്ക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. ഇത് കണ്ടില്ല, ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പ് സമയത്ത് ഈ ന്യൂയോർക്കിലെ അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും നല്ല രീതിയിൽ ഐസായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കിയതാണ്. രാവിലെ തന്നെ പുറത്തിറങ്ങി കൈ വറയ്ക്കുന്നുണ്ട്, അത്ര നേരം പിടിച്ചതല്ലേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കിയതാണ് എങ്ങനെയാണ് നമ്മളിന്നലെ വെച്ച ബോട്ടിൽ ഐസായിട്ടുണ്ടോ അതോ വാട്ടറായിട്ട് തന്നെ ഇരിക്കുവാണോ. പക്ഷേ ഇറ്റ്സ് മേക്ക് സെൻസ്. കാരണം നമുക്ക് തന്നെ അറിയാം -16 അല്ലെങ്കിൽ -14 എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും മാറ്റം ആ വെള്ളത്തിന് വന്നിട്ടുണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഇത്രയും മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് നോക്ക്, ഒരു തരി പോലും ഗ്യാപ്പില്ലാതെ ഫുൾ ഐസായിരിക്കണം. ഫുൾ ഐസ് കണ്ട. നമുക്കിത് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക്? യെസ്, കാണുന്നുണ്ടല്ലോ അല്ലേ? നല്ല തണുപ്പാണ്. നമ്മളെ കുപ്പി പൊട്ടിച്ചെടുത്തു. കണ്ടോ, കണ്ടോ? അടുത്ത കൂടെ പൊടിച്ചാൽ
ഭയങ്കര തണുപ്പാണ് കേട്ടോ. കൈ പിടിക്കാൻ മേലാത്ത പോലെ തണുപ്പാണ്. ഇത് കഴിയുമ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് നോക്കണം. രണ്ടും നമ്മൾ വെളിയിലെടുത്തിരിക്കുകയാണ് ഗൈസ്. ഞാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചു തരാം. ഐസാണ്, ഫുൾ ഐസ്. കുപ്പിയല്ല, കുപ്പി പൊട്ടിച്ചെടുത്താണ്. കയ്യിൽ പിടിക്കാൻ പറ്റുന്നു. കണ്ടാ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ നമ്മളവിടെ വൈകിട്ട് നമ്മൾ കൊണ്ട് ബോട്ടിലിൽ വെള്ളം നിറച്ച് പുറത്ത് വെച്ച ആ ഒരു ബോട്ടിലിൻ്റെ അവസ്ഥയാണിത്. ഒന്ന് നമ്മൾ കാറിൻ്റെ പുറത്തും ഒന്ന് നമ്മൾ കാറിൻ്റെ ട്രങ്കിലുമാണ് വെച്ചിരിക്കുന്നത്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഡിക്കി, ഇവിടെ ഡിക്കി എന്ന് പറയില്ല, ഇവിടെ അത് അങ്ങനെ പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ട്രങ്ക് എന്നാണ് പറയുന്നത്. നമ്മൾ വണ്ടിയിലൊക്കെ പോയിട്ട് ടാക്സിയൊക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ ആ ഡിക്കി ഒന്ന് തുറക്കുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല, അത് വേറെ അർത്ഥമാണ്. സോ ഇവിടെ ട്രങ്ക് എന്ന് അതിനല്ല വേറെ അർത്ഥത്തിൽ തന്നെയല്ല, അവർക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് ട്രങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ട്രങ്കിൻ്റെ അകത്തും ഒരെണ്ണം വണ്ടിയുടെ ഫ്രണ്ടിലുമാണ് വെച്ചിരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് സെയിം, രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഐസായിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഒരു തണുപ്പ് സമയത്ത് തണുത്ത കാലാവസ്ഥയിലെ അവസ്ഥ എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഒരു -14 -16 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരുമെന്ന് അറിയാം. എന്നാൽ പോലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് ഫുള്ള് നമ്മളൊരു ഫ്രീസറിൽ വെക്കുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഇത് ഐസായിട്ടുണ്ട്. കാരണം ആ ബോട്ടിലിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഐസായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിരുന്നു. അപ്പം ചെറിയൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അമേരിക്കയിൽ ഉള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മളുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കൂടുതലായിട്ട് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഉണ്ടാകുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പം നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട്, പുതിയ ട്രാവലിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സന്തോഷമായും സേഫായിട്ടും ഇരിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി ചൗധരി സൈനിങ് ഓഫ്.